വിപിൻ ബ്രോ വന്നിട്ടുണ്ട്. നമസ്കാരം, സുഖമല്ലേ? ചോറ് കഴിച്ചു, ലൈക്ക് അടിച്ചു. ഇപ്പോൾ തിരക്കാണ്, കാണാം. വിപിൻ ചേച്ചിയോടുള്ള ഇഷ്ടം നടന്നത്. ഓക്കെ ഓക്കെ വിപിൻ ബ്രോ, പോയിട്ട് വരൂ. തിരക്കിലാണെന്ന് മനസ്സിലായി. നല്ല പറഞ്ഞു, ഇന്ത്യയിൽ ഒരേ ടൈം തന്നെയാണ് ചേച്ചി. നമുക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്ത്യ വിട്ടിട്ടൊന്നും എവിടേക്കും പോയിട്ടില്ല. അത് മാത്രമല്ല, ഇന്ത്യക്കകത്തും നമ്മൾ കറങ്ങിയിട്ടില്ല. നമ്മൾ ഈ ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് പുറത്തത്തെ ഒരു അറിയാത്തത്. എന്തായാലും കാശ്മീരിൽ എന്താണ് സ്പെഷ്യൽ ഫുഡ്? എന്താണ് കാശ്മീരി ഫുഡ്? കാശ്മീരി മുളക് പൊടിയെ പറ്റി കേട്ടിട്ടുണ്ട്, അതുപോലെ കാശ്മീരി കുങ്കുമം ഒക്കെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ കാശ്മീരിൽ എന്താണ് സ്പെഷ്യലായിട്ടുള്ള ഫുഡ്? എന്തെങ്കിലും ഐറ്റംസ് ഒന്ന് പറയാമോ? കാശ്മീരി ആപ്പിൾ അത് കേട്ടിട്ടുണ്ട്. നിതീഷ് ബ്രോ പറഞ്ഞു ചേച്ചിക്ക് ചന്ദനക്കുറി അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട്. അതെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ചന്ദനക്കുറി ഞാൻ അടിപൊളി ആയതുകൊണ്ട് ഇടുന്നല്ല കേട്ടോ, എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ രാവിലെ ആണെങ്കിൽ ചന്ദനക്കുറിയൊക്കെ തൊടുന്നത്. ഞാൻ ഇന്നലെ ലൈവ് വന്നപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ ആരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ പോയോ നീ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ല നമുക്ക് ചന്ദനക്കുറി ഇടാനായിട്ടല്ലേ? അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ജനിച്ച് ഓർമ്മ വെച്ച് നാൾ മുതൽ ഞാൻ ചന്ദനക്കുറി ഇടാൻ തുടങ്ങിയതാണ്. ജിനോബ്രോ പറയുന്നുണ്ട് ഇപ്പോൾ ശരിയായി എന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. മല്ലൂബ്രോ പറഞ്ഞു ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. സോൾജിയർ ആണല്ലേ? ഓക്കെ, ഞാൻ എന്നാൽ വെറുതെ ID അങ്ങനെ ഇടുമല്ലോ, അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടോ. നമുക്കൊരു സോൾജിയറും കൂടെ ഉണ്ട്, നമ്മുടെ നിതിൻ ബ്രോയുടെ എന്താണ് പോസിറ്റീവ് നിതിൻ എന്ന് പറഞ്ഞിട്ട് അറിയോ? അശ്വിൻ പറയുന്നുണ്ട് ഗെയിം ഓവർ എന്ന് പറയുന്നത്. എന്ത് പറ്റി അശ്വിനെ ഗെയിം ഓവർ? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, എന്താണ്? നിതീഷ് ബ്രോ പറഞ്ഞത് ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. അതൊന്നുമില്ല എന്ന് പറഞ്ഞത്. അതാണ് മാതൃകുട്ടി പറയുന്നത് ഏട്ടൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞത്. അതെയോ? ഓക്കെ ഓക്കെ. എന്തായാലും പിന്നെ ചേട്ടൻ്റെ വീട് മഞ്ചേരിയിലാണെന്നല്ലേ പറഞ്ഞതല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, അതിനടുത്ത് വിട്ടുപോയി. അപ്പോൾ ചേട്ടൻ്റെ അമ്മയില്ലല്ലേ? പക്ഷെ ഞാൻ ചുമ്മാ ഇട്ടതാ. ഇവിടെ എന്താ നടക്കുന്നേ പോലും അറിയില്ല. അപ്പോൾ നടക്കട്ടെ, ബൈ ബൈ. ഈ ഒന്നും എന്താ നടക്കുന്നത് പോലും അറിയാതെ ഇങ്ങനെ ഗെയിം ഓവർ എടുത്തിടുകയാണോ അശ്വിനെ? ഇതിനാണോ നിനക്ക് ഞാൻ ബ്ലൂ തന്നിട്ടുള്ളത്? പക്ഷെ ചുമ്മാ. ഇതിനൊക്കെ ചോറുണ്ടോ? എന്തായിരുന്നു സ്പെഷ്യൽ? നമുക്കൊന്നും സ്പെഷ്യലൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്പെഷ്യലില്ല. ഇന്ന് അയിലയാണോ? അയില മാത്രം. അവിടെ എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മല്ലു ഞാൻ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാറില്ല, ആർമിയിലാണ് എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അതാണ് നല്ലത്. നമ്മുടെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് നമുക്ക് കഴിക്കാം അല്ലേ? ഇതെല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പണി മേടിച്ച് വെക്കാനും സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് കുക്ക് ചെയ്യാണ് നല്ലത്. ഇപ്പോൾ ചപ്പാത്തി ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ചപ്പാത്തി ഉണ്ടായിരിക്കും അല്ലേ? ചോറുണ്ടാവാറുണ്ടോ? നിങ്ങൾ ഡയറ്റിംഗ് ഒക്കെ നോക്കാറില്ലേ? അങ്ങനെ വാരി വലിച്ച് കഴിക്കാൻ പാടില്ലല്ലോ അല്ലേ? നമുക്കറിയാത്തത് ചോദിക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ ഒരു സോൾജിയറെ കണ്ടിട്ടില്ല, അപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതുപോലെ നിതിൻ ബ്രോയോടും ചോദിക്കാറുണ്ട്, നിതിൻ ബ്രോ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ചോദിച്ചു എന്നുള്ളൂ കണ്ടപ്പോൾ. പക്ഷെ ആൻസർ പക്ഷേ പേജിൽ വരുന്നു. അങ്ങനെ വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണേന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഈ ഇങ്ങനെ ചെയ്യും. ഈ യൂട്യൂബ് ചാനലാണ്ട് അക്കൗണ്ടാണ് ഒഴിവാക്കിയിട്ട് വീണ്ടും പുതിയതെടുത്തോ, അപ്പോൾ പിന്നെ വരില്ലല്ലോ. സോൾജി അവിടെ എന്താ ഫുഡിനാന്ന് ചോദിക്കുന്നത്? ഇവിടെ അയിലക്കറിയാണ് കേട്ടോ, അയില വറുത്തത് അയിലക്കറി, അത്രയേ ഉള്ളൂ. സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാധാ എല്ലാ ദിവസവും ഉള്ളത് പോലെ തന്നെ.